എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂസുകൾ ഇതൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് യാക്സ് ഫ്രം ചൈന സ്ട്രേ ഇൻ ടു ഈസ്റ്റേൺ ലഡാക്ക്. അപ്പോൾ ഇത് GS3 എൻവയോൺമെൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബോർഡർ കോൺഫ്ലിക്റ്റ് ഒക്കെ എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു ന്യൂസാണ്. ഓക്കെ, അത് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ റെമഡീസ് അല്ലെങ്കിൽ പിന്നെ യാക്കിനെ കുറിച്ച് നമ്മൾ നോക്കും. ഓക്കെ, ഇപ്പം യാക്ക് എന്ന് പറയുന്ന ആനിമലിനെ പറ്റി ബോർഡർ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ട് ആനിമൽ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്ന കേസസ് നമ്മൾ നോക്കും. പിന്നെ പ്രൊട്ടക്റ്റിംഗ് ഇന്ത്യൻ ക്യാപിറ്റൽ ഇൻ ബംഗ്ലാദേശ്. ഇത് നമുക്കറിയാം, ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു ടേമോയിൽ നടക്കുന്നുണ്ട്, ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഇപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു. അപ്പം പുതിയ ഗവൺമെൻറ് വന്നപ്പോഴേക്ക് എങ്ങനെയാണ് ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ബംഗ്ലാദേശ് അഫക്റ്റഡ് ആകുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത്. ഓക്കെ, IR പെർസ്പെക്റ്റീവിലും എക്കണോമി പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, ടൈർനി ഓഫ് ഇൻഇക്വാളിറ്റി. ഇത് ഇന്ത്യൻ വെൽത്ത് ഡിസ്ട്രിബ്യൂഷനെ പറ്റി ഉള്ളൊരു ഇൻഇക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരമുള്ള എഡിറ്റോറിയലാണ്. ഇത് GS2 സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് എടുക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് GS3 എൻവയോൺമെൻറ്റ് പരമായിട്ട് ബന്നി ഗ്രാസ് ലാൻഡ്സിൽ ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലുള്ള ബന്നി ഗ്രാസ് ലാൻഡ്സിൻ്റെ റീസ്റ്റോറേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിജുനുവേഷന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു എഡിറ്റോറിയലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ന്യൂസിലോട്ട് പോകാം. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് യാക്സ് ഫ്രം ചൈന സ്ട്രേ ഇൻ ടു ഈസ്റ്റേൺ ലഡാക്ക്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഓവർവ്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ, അപ്പം ഒരു 40 ചൈനീസ് യാക്സ് ഇന്ത്യൻ ടെറിട്ടറിയിൽ എൻ്റർ ചെയ്തു ഇൻ ദ ഡെംചോക്ക് ഏരിയ ഓഫ് ഈസ്റ്റേൺ ലഡാക്ക്. ഓക്കെ, അപ്പം ഇത് ലോക്കൽ ആയിട്ടുള്ള അവിടുത്തെ വില്ലേജസ് അതിനെ കൺട്രോളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു. എന്താണ് ഈ ബോർഡർ ഡിസ്പ്യൂട്ട്സ് വരുമ്പോഴേക്ക് ആനിമൽസ് എൻട്രി ചെയ്തിട്ട് നമുക്കറിയാം ഒരു നോൺ ഹ്യൂമൻ എൻറ്റിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഗ്രേസിംഗ് റൈറ്റ്സ് ഫോർ ഇന്ത്യൻ നൊമാഡ്സ് ഇൻ ട്രഡീഷണൽ ഏരിയാസ് അണ്ടർ ചൈനീസ് കൺട്രോൾ ഹാവ് ബീൻ എ ലോങ് സ്റ്റാൻഡിങ് ഇഷ്യൂ ആണ്. ഇന്ത്യൻ നൊമാഡ്സ് ഹാവ് ലോസ്റ്റ് ആക്സസ് ടു ഗ്രേസിംഗ് ഏരിയാസ് സച്ച് ആസ് ലുങ്കാർ വാലി ആൻഡ് നിലുങ് വാലി. അത് 2022 ലോസായി. മറ്റേ നിലുങ് വാലി 2017 ലോസായി. The loss of grazing areas directly impacts the livelihoods of border residents who depend on livestock. Okay, ഇപ്പം സെക്യൂരിറ്റി ആൻഡ് സോവറിറ്റി. വില്ലേജസ് ഇൻ ഡെംചോക്ക് സീസ് ദ യാക്സ് വിതൗട്ട് ഇൻവോൾവ്മെൻറ്റ് ഫ്രം ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സ്. ദ ഇൻസിഡൻറ്റ് ഹൈലൈറ്റ്സ് ദ ഡെലിക്കേറ്റ് ബാലൻസ് ഓഫ് മെയിൻറ്റെയിനിങ് സോവറിറ്റി വൈൽ അവോയ്ഡിങ് എസ്കലേഷൻസ് അറ്റ് ദ ബോർഡർ. അപ്പോൾ ഇതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇൻസിഡൻറ്റ്സ് ലൈക്ക് ദീസ് ആർ കോമൺ ഇൻ ഡിസ്പ്യൂട്ടഡ് ഏരിയാസ് ലൈക്ക് ലഡാക്ക് where presumptions of the border vary between India and China. അപ്പോൾ നമുക്കറിയാം, ഇപ്പം LAC ഒക്കെ ആണെങ്കിലും അവിടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബോർഡർ ഫെൻസിങ്ങോ കാര്യങ്ങളോ ഒന്നും പ്രോപ്പറായിട്ടില്ല. അപ്പോൾ അവിടെ ഒരു കോൺടെസ്റ്റഡ് റീജിയൻ ആണ്. അപ്പം ബോർഡർ ക്രോസ് ചെയ്തിട്ട് ആനിമൽസ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ചിലപ്പോൾ അറിയത്തില്ല. ഓക്കെ, അങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പം ഡെംചോക്ക് ഈസ് വൺ ഓഫ് ദ മ്യൂച്വലി അഗ്രീഡ് ഡിസ്പ്യൂട്ടഡ് ഏരിയാസ് ഇൻ ഈസ്റ്റേൺ ലഡാക്ക് വിത്ത് ബോത്ത് സൈഡ്സ് ക്ലെയിമിങ് വേരിയിങ് എക്സ്റ്റെൻസ് ഓഫ് കൺട്രോൾ. അപ്പം ഓരോ കൺട്രിയും ക്ലെയിം ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ കൺട്രോളുള്ള ഏരിയ എന്ന് പറയുന്നത് അത് പ്രോപ്പറായിട്ട് ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല, ടെറിട്ടറി ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ പാസ്റ്റ് ഇൻസിഡൻസ് ഇൻക്ലൂഡിങ് ചൈനാസ് സെറ്റിംഗ് അപ്പ് ഓഫ് ടെൻസ് ഇൻ ഇന്ത്യൻ സൈഡ് ഓഫ് ദ ചാർലാങ് നാല ലീഡിങ് ടു ഇൻക്രീസ് ടെൻഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന പോളിസി റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദർ ഈസ് എ നീഡ് ഫോർ ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് മെക്കാനിസംസ് ഫോർ ദ റിട്ടേൺ ഓഫ് സ്ട്രേ ലൈഫ് സ്റ്റോക്ക് ടു അവോയ്ഡ് സിമിലർ ഇൻസിഡൻസ് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആനിമൽസ് ആണെങ്കിലും നമ്മുടെ വില്ലേജസിൻ്റെ ലൈഫ് സ്റ്റോക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാലും അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു മെക്കാനിസം നമുക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ഡിപ്ലോമാറ്റിക് മെക്കാനിസം കൊണ്ടുവരിക. കൺസിഡറേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ്സ് ഫോർ ബോർഡർ റെസിഡൻസ് ഹു ആർ അഫക്റ്റഡ് ബൈ ദ ലോസ് ഓഫ് ഗ്രേസിംഗ് റൈറ്റ്സ് due to border disputes, strengthening local governance and community participation in managing border-related issues to maintain peace and stability. അപ്പോൾ നമ്മൾ ഹിമാലയൻ യാക്കിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഹിമാലയൻ യാക്ക് ബിലോങ്സ് ടു ദ ബൊവീനി ട്രൈബ് വിച്ച് ഇൻക്ലൂഡ്സ് ബൈസൺ, ബഫലോസ് ആൻഡ് ക്യാറ്റിൽ. അതിൽ പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ആനിമലാണ് ഹിമാലയൻ യാക്ക് എന്ന് പറയുന്നത്. ഇതിന് എക്സ്ട്രീം കോൾഡ് അല്ലെങ്കിൽ വിൻ്റർ ക്ലൈമറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആസ് ലോ ആസ് -40°C, അഡാപ്റ്റഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ, അതായത് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിൽ ഇവർക്ക് നിൽക്കാൻ പറ്റും. യാക്സ് ഹാവ് ലോങ് ഹെയർ വിത്ത് ഹാങ്സ് ലൈക്ക് കേർട്ടൻ ഓഫൺ റീച്ചിങ് ദ ഗ്രൗണ്ട്. യാക്സ് ആർ ഹൈലി വാല്യൂഡ് ബൈ ഹിമാലയൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് ആർ എ സെൻട്രൽ ടു ടിബറ്റൻ കൾച്ചർ. അപ്പോൾ ഇതെന്താണ്, ഫസ്റ്റ്
ഫസ്റ്റ് ബൈ ഗുരു റിംപോച്ചേനെ, അതായത് ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ ഫൗണ്ടർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഹിമാലയൻ യാക്കിനെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദേ ആർ ദ ലൈഫ് ലൈൻ ഓഫ് പാസ്റ്ററൽ നൊമാഡ്സ് ഇൻ ദ ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ, ട്രഡീഷണലി റിയർഡ് അണ്ടർ എ ചാലഞ്ചിങ് ആൻഡ് അൺഓർഗനൈസ്ഡ് സിസ്റ്റം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഹാബിറ്റാറ്റ് വരുന്നത് യാക്സ് ആർ നേറ്റീവ് ടു ടിബറ്റൻ പ്ലെറ്റോ ആൻഡ് നിയർ ബൈ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ്. ദേ ത്രൈവ് അറ്റ് ആൾട്ടിറ്റ്യൂഡ്സ് അബവ് 14,000 ഫീറ്റിന് മുകളിൽ ഇവർ നല്ല രീതിയിൽ ത്രൈവ് ചെയ്യുന്ന ഒരു ആനിമലാണ്. ഓഫൺ ക്ലൈംബിങ് അപ് ടു 20,000 ഫീറ്റ് വൈൽ ഫോർജിങ് ആൻഡ് റെയർലി ഡിസെൻഡ് ബിലോ 12,000 ഫീറ്റിന് താഴെ ഇവർ വരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പം ഇത് ഏതൊക്കെ ഭാഗത്താണ് ഇന്ത്യയിലുള്ളത്? അരുണാചൽ പ്രദേശിലുണ്ട്, സിക്കിമിലുണ്ട്, ഉത്തരാഖണ്ഡിലുണ്ട്, ഹിമാചൽ പ്രദേശിലുണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിലും ഹിമാലയൻ യാക്കിനെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇന്ത്യൻ ഹിമാലയൻ യാക്കിൻ്റെ പോപ്പുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഡിക്രീസ് ചെയ്യുവാണ് വിത്ത് എ 25% ഡ്രോപ്പ് നോട്ടഡ് ബിറ്റ്വീൻ 2012 to 2019. As of 2019, there were around 58,000 yaks in India. The decline is largely due to low economic returns from yak rearing, leading younger generations to abandon this traditional practice. Yak milk and meat are not integrated into the mainstream dairy and meat industries, limiting their market for local customers. അതായത് ലോക്കൽ കസ്റ്റമേഴ്സ് മാത്രമേ ഇതിൻ്റെ മീറ്റും അല്ലെങ്കിൽ യാക്കിൻ്റെ മിൽക്കും ഒക്കെ കൺസ്യൂം ചെയ്യത്തുള്ളൂ. സാധാരണ ഉള്ള ഇന്ത്യൻ എക്കണോമിയിലുള്ള കൺസ്യൂമേഴ്സ് ഇത് കൺസ്യൂം ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു ആനിമലിൻ്റെ നീഡ് അല്ലെങ്കിൽ അതിനെ റിയർ ചെയ്യേണ്ട നീഡ് കുറഞ്ഞു വരുവാണ്. അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുമ്പോൾ യാക്സ് പ്ലേ എ ക്രൂഷ്യൽ സോഷ്യോ കൾച്ചറൽ ആൻഡ് എക്കണോമിക് റോൾ ഫോർ പാസ്റ്ററൽ നൊമാഡ്സ്, പ്രൊവൈഡിങ് ന്യൂട്രീഷണൽ ആൻഡ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ഇൻ റീജിയൻസ് വെയർ അഗ്രികൾച്ചർ ഈസ് നിയർലി ഇമ്പോസിബിൾ ഡ്യൂ ടു ഹാർഷ് കണ്ടീഷൻസ്. അപ്പം ഇതിൻ്റെ ത്രെറ്റ്സ് എന്താണ്? അപ്പം ത്രെറ്റ്സ് എന്ന് പറയുന്നത് റൈസിങ് ടെമ്പറേച്ചറാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസിലുള്ള ടെമ്പറേച്ചർ കൂടുമ്പോഴേക്കും ഹീറ്റ് സ്ട്രെസ് ഉണ്ടാകും യാക്സിന്. അപ്പോൾ ഡ്യൂറിങ് വാമർ മന്ത്സ് ഡിസ്റപ്റ്റിംഗ് ദെയർ സൈക്കോളജിക്കൽ balance. Inbreeding, conflict and close borders have led to inbreeding among yaks as new germplasm from original yak regions is unavailable. അതായത് ഇൻബ്രീഡഡ് ആയിട്ടുള്ള യാക്കുകൾ ഉണ്ടാകുന്നു, അപ്പോൾ അതിൻ്റെ ഒറിജിനൽ ഫോമിൽ നിന്ന് മാറുന്നു. നമ്മളതിനകത്ത് IUCN സ്റ്റാറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ IUCN റെഡ് ലിസ്റ്റിൽ ഇത് വൾണറബിൾ ആണ്. സൈറ്റ്സിൽ അപ്പൻഡിക്സ് 1 പെടുന്ന ആനിമലാണ് വൈൽഡ് യാക്ക് എന്ന് പറയുന്നത്. ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 1 കാറ്റഗറിയിൽ പെടുന്ന ആനിമലാണ് എന്നും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയലുള്ളൊരു ന്യൂസാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ദ റെസിഗ്നേഷൻ ആൻഡ് ഫ്ലീയിങ് ഓഫ് ബംഗ്ലാദേശ് ഫോമർ പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഹാസ് ക്രിയേറ്റഡ് എ പൊളിറ്റിക്കൽ വാക്യൂം leading to uncertainties in India's eastern neighbor. This situation poses significant challenges for Indian companies operating in Bangladesh. Okay, as well as potential diplomatic repercussions for India. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ കമ്പനീസിലുള്ള ഇമ്പാക്റ്റ് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് സെക്ടറിലാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ഹാവ് സബ്സ്റ്റാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ബംഗ്ലാദേശ്, പെർട്ടിക്കുലർലി ഇൻ സെക്ടേഴ്സ് സച്ച് ആസ് എഡിബിൾ ഓയിൽ, പവർ, ഇൻഫ്രാസ്ട്രക്ചർ, FMCG, ഓട്ടോമൊബൈൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ. അപ്പോൾ ഇതിന് ഫേവറബിൾ ആയിട്ടുള്ള പോളിസീസ് എന്താണ് ഷെയ്ഖ് ഹസീന എടുത്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ ക്രിയേറ്റിംഗ് സ്പെഷ്യൽ എക്കണോമിക് സോൺസ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി പോളിസീസ്. ഇപ്പോൾ പൊളിറ്റിക്കൽ ബാക്ക്ലാഷ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ opposition groups in Bangladesh unhappy with India's perceived support for Hasina initiated India Out movement which targeted Indian goods. അപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെയും ഇൻ്റർനാഷണൽ റിലേഷൻസിൽ ബംഗ്ലാദേശ് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റിലേഷൻസ് വിത്ത് ബംഗ്ലാദേശ് ഈസ് ബേസ്ഡ് ഓൺ ഗവൺമെൻറ് ആണ്. ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ്റുമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് വളരെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് മാറിക്കഴിയുമ്പോഴേക്കും ഓപ്പോസിഷൻ വരുന്ന ഗവൺമെൻറ് ആൻറ്റി ഇന്ത്യ സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ പൊട്ടൻഷ്യൽ റിസ്കുകൾ എന്തൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഹോസ്റ്റൈൽ ഗവൺമെൻറ് ആക്ഷൻസ് വിത്ത് ദ ചേഞ്ച് ഇൻ പവർ, ദ ന്യൂ ഓർ ഇൻട്രിം ഗവൺമെൻറ് ഇൻ ബംഗ്ലാദേശ് മേ അഡോപ്റ്റ് മോർ ഹോസ്റ്റൈൽ സ്റ്റാൻസ് ടുവേർഡ്സ് ഇന്ത്യൻ കമ്പനീസ്, potentially altering existing laws or introducing new regulations that could negatively impact Indian investments. പിന്നെ ലീഗൽ ചാലഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടുത്തെ ഡൊമസ്റ്റിക് ലീഗൽ സിസ്റ്റം ആണെങ്കിലും ഇൻ്റർനാഷണൽ ലീഗൽ സിസ്റ്റം ഒക്കെ ആണെങ്കിലും ടു സം എക്സ്റ്റെൻറ്റ് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ഇന്ത്യൻ കമ്പനീസ് മൈറ്റ് ഫേസ് ചാലഞ്ചസ് ഇൻ പ്രൊട്ടക്ടിങ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, എസ്പെഷ്യലി ഇഫ് ദ ന്യൂ ഗവൺമെൻറ് ടേക്സ് സോളിൻ ആക്ഷൻസ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫക്ട് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ത്യ
ഇന്ത്യ ബംഗ്ലാദേശ് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശ് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് 2009 സൈൻ ചെയ്തത്. ബ്രോഡ് പ്രൊട്ടക്ഷൻ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് അൺലോഫുൾ എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, അപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ ആ ഒരു ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റ് കേസിലാണെങ്കിൽ ഈ ട്രീറ്റി ഇന്ത്യൻ കമ്പനീസിന് ബംഗ്ലാദേശി ഗവൺമെൻറ്റിനെ ഡയറക്റ്റായിട്ട് സൂ ചെയ്യാനായിട്ട് അത് ഒരു ഇൻ്റർനാഷണൽ ട്രൈബ്യൂണലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനെ ട്രയൽ ചെയ്യാനായിട്ടുള്ള എക്സ്റ്റെൻഡ് വരെ ഈ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ജോയിൻറ്റ് ഇൻ്റർപ്രറ്റീവ് നോട്ട്സ് ഇൻ 2017 India and Bangladesh adopted joint interpretive notes that clarified various terms in BIT, potentially diluting some investment protection features such as excluding taxation measures from treaty scope and in linking FET provisions. അതായത് ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് പ്രൊവിഷൻസ് ടു കസ്റ്റമറി ഇൻ്റർനാഷണൽ ലോയിലോട്ട് അത് മാറ്റി വേണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ എക്കണോമിക് പെർസ്പെക്റ്റീവിലൊക്കെ ചോദ്യങ്ങൾ വരുവാണെങ്കിൽ BIT കുറിച്ചും ജോയിൻറ്റ് ഇൻ്റർപ്രറ്റീവ് നോട്ട്സിനെ കുറിച്ചും ഇൻവെസ്റ്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റിനെ കുറിച്ചൊക്കെ പറയാം. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം. അപ്പം ഈ ബംഗ്ലാദേശ് മാത്രമല്ലാതെ ഉള്ള കേസിൽ എന്തൊക്കെയാണ് നമുക്കൊരു ലീഗൽ പ്രൊട്ടക്ഷൻ ഫോർ ആർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ അതർ കൺട്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോയിങ് ഇന്ത്യൻ ഔട്ട് ബൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിത്ത് ഇന്ത്യ ബീങ് എമംഗ് ദ ടോപ്പ് 20 capital exporting countries, the issue of legal protection for Indian companies abroad is of increasing importance. The need for evolved treaty practice, India must refine its investment treaty practices, balancing its role as both a capital exporter and importer to ensure better protection for Indian investments globally. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ ബയ്യറും ആയിരിക്കണം, അതുപോലെ തന്നെ ഇവരുടെ സെല്ലറും ആയിരിക്കണം. അപ്പം ഒരു സപ്പോസ് ഒരു ഗവൺമെൻറ് മാറുവാണ്, അപ്പോൾ നമ്മുടെ കമ്പനീസ് ബംഗ്ലാദേശിൻ്റെ എക്കണോമിക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു ഗവൺമെൻറ് നമ്മുടെ കമ്പനീസിനെതിരെ പോകത്തില്ല. ഓക്കെ, അപ്പോൾ ഡബിൾ സൈഡഡ് ആയിട്ട് വേണം നമ്മുടെ ഫോറിൻ കമ്പനീസ് വർക്ക് ചെയ്യാനെന്നും കൂടി ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാം, ഇപ്പം കുറേ നമ്മുടെ നെയ്ബർഹുഡ് കൺട്രീസിലൊക്കെ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് എന്താണെങ്കിലും മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്കണോമിക് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്കൊരു കൺക്ലൂഷൻ കൊടുക്കാം. ദ പൊളിറ്റിക്കൽ ടേമോയിൽ ഇൻ ബംഗ്ലാദേശ് നോട്ട് ഓൺലി അഫക്ട്സ് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ബട്ട് ഓൾസോ റൈസസ് സിഗ്നിഫിക്കൻറ്റ് കൺസേൺസ് ഫോർ ഇന്ത്യൻ ബിസിനസ്സസ് operating there. While the India-Bangladesh BIT provides a degree of protection, recent changes and evolving political landscape necessitate a careful reassessment of India's investment treaty strategies to safeguard its interests abroad. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് നമ്മൾ നോക്കുന്നത് ഇത് എഡിറ്റോറിയൽ തന്നെയുള്ള ന്യൂസ് തന്നെയാണ്, ദ ടൈറനി ഓഫ് ഇൻഇക്വാളിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനൊരു കോട്ടും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ദ ഫേമസ് കോട്ട് ബൈ ഹോൺഡ്രെ ഡെ ബാലാസ്. അപ്പം നിങ്ങൾക്ക് ഇൻഇക്വാളിറ്റി ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോട്ട് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ബിഹൈൻഡ് എവറി ഗ്രേറ്റ് ഫോർച്യൂൺ ദർ ഈസ് എ ക്രൈം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കോട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത് ഈ ഒരു എഡിറ്റോറിയലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് മെയിൻസ് ആൻസർ റൈറ്റിങ്ങിലൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഇക്വാളിറ്റി പരമായിട്ട് അല്ലെങ്കിൽ മോണിറ്ററി ഇൻഇക്വാളിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു കോട്ട് വെച്ച് നിങ്ങൾക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ദിസ് കോട്ട് ടച്ചസ് ഓൺ ദ ഡാർക്ക് സൈഡ് ഓഫ് വെൽത്ത് അക്യുമുലേഷൻ, ഹൗവർ ഇറ്റ് ഡസ് നോട്ട് ഫുള്ളി ക്യാപ്ചർ ഹൗ ഗ്രോയിങ് ഇൻകം ഇക്വാളിറ്റി ക്യാൻ ലീഡ് ടു കറപ്ഷൻ, especially in the relationship between government and businesses. For recent studies using the data from Gallup World Poll (GWP) and the Center of Monitoring Indian Economy show how rising inequality in India has fueled corruption, particularly in the way government contracts are awarded to wealthy private investors. Okay, അപ്പം വെൽത്തി പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന കോൺട്രാക്ട്സിൽ എത്രത്തോളം കറപ്ഷൻ ഉണ്ട് എന്നൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ റൈസിങ് ഇൻകം ഇൻഇക്വാളിറ്റി ഇൻ ഇന്ത്യ, അപ്പം വെൽത്ത് കോൺസെൻട്രേഷൻ ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ്, ഇത് പ്യൂർലി കുറച്ച് ഡേറ്റ നിങ്ങൾക്ക് തരും. ഇൻകം ഇൻഇക്വാളിറ്റി ബേസ് ചെയ്തിട്ട് ചോദ്യം വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡേറ്റ എല്ലാം കോട്ട് ചെയ്യാം. ഓക്കെ, ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഡെക്കേഡ്സ് എസ്പെഷ്യലി ബിറ്റ്വീൻ 2014 to 2022
Wealth and income inequality in India have increased significantly. The richest 1% now control over 40% of country's wealth, up from 12.5% in 1980. അപ്പോൾ ഇൻകം ഡിസ്പാരിറ്റിയുടെ കേസിൽ ദ ടോപ്പ് 1% ഓഫ് ഏർണേഴ്സ് ടേക്ക് ഹോം 22.6% ഓഫ് ടോട്ടൽ പ്രീ ടാക്സ് ഇൻകം കമ്പയർഡ് ടു ജസ്റ്റ് 7.3% in 1980, making India one of the most unequal countries in the world. ഓക്കെ, അപ്പം ഹൗ ഇൻകം ഇൻക്വാളിറ്റി ലീഡ്സ് ടു കറപ്ഷൻ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ബിസിനസ് ടൈസ് ആണ്. സ്റ്റഡി ഷോസ് ദാറ്റ് ആൻ ഇൻകം ഇൻഇക്വാളിറ്റി റൈസസ്, corruption also increases, especially now in the awarding of contracts for big infrastructure projects like highways and ports. Wealthy investors may use their money and influence to secure these contracts. ഓക്കെ, അപ്പോൾ അൺഎത്തിക്കൽ മീൻസിലൂടെ കോൺട്രാക്റ്റ് ഇപ്പം നമുക്കറിയാം ഒരു മിനിമം പ്രൈസ് കോട്ട് ചെയ്തേക്കുന്നത് എത്ര എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു പ്രൈസിനേക്കാളും താത്തി വേണമെങ്കിൽ കോൺട്രാക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ കറണ്ട് കേസ് സിനാരിയോയിൽ ഇന്ത്യയിൽ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിലെല്ലാം പെർട്ടിക്കുലർ കമ്പനീസ് മാത്രമാണ്, L&T അല്ലെങ്കിൽ അദാനി അതുപോലത്തെ കമ്പനീസൊക്കെയാണ് എപ്പോഴും ഈ കോൺട്രാക്റ്റ് അവാർഡഡ് ആയി വരുന്ന കമ്പനീസ്. വേറൊരു പുതിയ പേരുകളൊന്നും നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പോൾ പിന്നെ വെൽത്ത് ആൻഡ് കറപ്ഷൻ്റെ കേസിൽ വൺസ് പീപ്പിൾ ബിക്കം വെൽത്തി ദേ മേ കണ്ടിന്യൂ ടു പെർസ്യൂ ഈവൻ മോർ വെൽത്ത് ത്രൂ കറപ്റ്റ് practices such as manipulating the stock market, lobbying politicians or hiding money in offshore accounts. ഓക്കെ, അപ്പം ഇതിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു റിപ്പോർട്ടിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ സ്റ്റഡി ഫൗണ്ട് ദാറ്റ് സ്പെക്കുലേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സച്ച് ആസ് മ്യൂച്വൽ ഫണ്ട്സ് കോൺട്രിബ്യൂട്ടഡ് ടു റൈസിംഗ് ഇൻഇക്വാളിറ്റി വൈൽ ട്രഡീഷണൽ സേവിങ്സ് ലൈക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഹെൽപ്ഡ് റെഡ്യൂസ് ഇറ്റ്. ഓക്കെ, റെൻറ്റ് സീക്കിങ്ങിൻ്റെ കേസിൽ ഹൈ ലെവൽസ് ഓഫ് ഇൻഇക്വാളിറ്റി ലെഡ് ടു റെൻറ്റ് സീക്കിംഗ് വെയർ ഇൻഡിവിജ്വൽസ് യൂസ് റിസോഴ്സസ് ടു ഗെയിൻ unfair financial benefits from government agencies without contributing to society. പിന്നെ ജുഡീഷ്യൽ ട്രസ്റ്റിൻ്റെ കേസിൽ ട്രസ്റ്റ് ഇൻ ജുഡീഷ്യറി ഹെൽപ്സ് ടു റെഡ്യൂസ് കറപ്ഷൻ ബട്ട് ദി ഇമ്പാക്ട് ഡിമിനിഷസ് ഓവർ ടൈം. ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, അതായത് ഡിസ്പൈറ്റ് ഗ്രോയിങ് ഇൻഇക്വാളിറ്റി ആൻഡ് കറപ്ഷൻ ദർ ഈസ് സ്റ്റിൽ എ ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഇൻ ഹൗ റെഗുലേറ്ററി ഏജൻസീസ് ഓപ്പറേറ്റ്. ദ റീസെൻറ്റ് ബഡ്ജറ്റ് ഡിഡ് നോട്ട് അഡ്രസ് ദീസ് ഇഷ്യൂസ് അഡിക്വേറ്റ്ലി. അപ്പോൾ അതും ഒരു ഇഷ്യൂ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ന്യൂസിലോട്ട് വരുവാണ്. ലാസ്റ്റ് ന്യൂസ് ആക്ച്വലി ബന്നി ഗ്രാസ് ലാൻഡ്സ്, നമുക്കറിയാം ഗുജറാത്തിൻ്റെ കച്ച് ഡിസ്ട്രിക്റ്റിലുള്ള ബന്നി ഗ്രാസ് ലാൻഡ്സിൻ്റെ റീസ്റ്റോറേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നേക്കുന്നത്. അപ്പം ബന്നി ഗ്രാസ് ലാൻഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ നോക്കി അതിൻ്റെ റീസ്റ്റോറേഷൻ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഗ്രാസ് ലാൻഡ് റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ വെറ്റ് ലാൻഡ് റീസ്റ്റോറേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ്, ഇതിലുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. Okay, importance. Ecosystem services, grassland play a critical crucial role in carbon sequestration, helping mitigate climate change and provide essential services such as pollination and climate regulation. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ കേസിൽ these areas support unique species, അതായത് including endangered birds like Great Indian Bustard, പിന്നെ ബംഗാൾ ഫ്ലോറിക്കൻ which rely on grasslands for their survival. ഓക്കെ, അപ്പം നമുക്കറിയാം ഇത് ബേർഡ്സ് ആണ്. ഗ്രേറ്റ് ഇന്ത്യൻ മസ്റ്റാർഡ് എന്ന് പറയുന്ന ബേർഡാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലൊക്കേഷൻ വരുന്നത് ഗുജറാത്ത് റീജിയൻ അല്ലെങ്കിൽ രാജസ്ഥാൻ റീജിയനിലൊക്കെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ത്രെറ്റ്സ് എന്ന് പറയുമ്പോൾ ഡീഗ്രഡേഷൻ ആണ്. ഹ്യൂമൻ ആക്ടിവിറ്റീസ് സച്ച് ആസ് ഡീഫോറസ്റ്റേഷൻ, ഓവർ ഗ്രേസിംഗ്, agricultural expansion and urbanization are leading to significant degradation of grasslands. In India, nearly 49% of grasslands are affected. Conservation bias നോക്കുകയാണെങ്കിൽ grasslands often receive less conservation focus compared to forest, despite their critical role in ecological balance. അപ്പോൾ കേസ് സ്റ്റഡി ഇപ്പം ഇതിൻ്റെ ഒരു നമ്മുടെ ബന്നി ഗ്രാസ് ലാൻഡ്സിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കേസ് സ്റ്റഡി നോക്കുകയാണെങ്കിൽ കറണ്ട് സ്റ്റാറ്റസിൽ അത് ബന്നി ഗ്രാസ് ലാൻഡ്സ് വൺസ് കവറിങ് 3,800 square kilometer in Gujarat Kutch district have now reduced to about 2,600 square kilometer due to various pressures. For restoration suitability case, a recent study assessed the Banni grasslands potential for restoration. അതിൽ 36% is highly suitable for restoration ആണ്, 28% suitable, 27% moderately suitable ആണ്, 7% മാർജിനലി സ്യൂട്ടബിൾ, 2% ഒട്ടും സ്യൂട്ടബിൾ അല്ല റീസ്റ്റോർ ആകാൻ. അപ്പോൾ റീസ്റ്റോറേഷൻ സ്ട്രാറ്റജീസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ടാർഗറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് വേണം, സച്ച് ആസ് ഇറിഗേഷൻ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫോർ മോസ്റ്റ് സ്യൂട്ടബിൾ ഏരിയാസ്. പിന്നെ വൈൽ മോർ ഇൻറ്റൻസീവ് മെഷേഴ്സ് ലൈക്ക് ടെറസിംഗ് ആൻഡ് ഫെർട്ടിലൈസേഷൻ ആർ നീഡഡ് ഫോർ ലെസ് സ്യൂട്ടബിൾ സോൺസ്. പോളിസി ഇംപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റഡി ഫൈൻഡിങ്സ് ക്യാൻ ഹെൽപ്പ് പോളിസി മേക്കേഴ്സ് ഇൻക്ലൂഡിംഗ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, അതായത് ഈ
ഗ്രാസ് ലാൻഡ് കൺസർവേഷനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ പോളിസീസ് ഇറക്കാനായിട്ട് NGT-നെയൊക്കെ ഇത് എയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പം 20 ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് അസസ് ചെയ്താണ് ഇവർ ഇൻക്ലൂഡിങ് സോയിൽ ന്യൂട്രിയൻസ്, ലാൻഡ് യൂസ്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ റീസ്റ്റോറേഷൻ ലാൻഡ്സ്കേപ്പ് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇത്ര അർജൻറ്റ് ആയിട്ട് ചെയ്യേണ്ട റീസൺ എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. ഗ്രാസ് ലാൻഡ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കാർബൺ സീക്വസ്ട്രേഷൻ അല്ലെങ്കിൽ കാർബൺ സ്റ്റോറേജ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഇത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഗ്രാസ് ലാൻഡ്സ് വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇമീഡിയറ്റ് ആക്ഷൻ ഈസ് നെസസറി ടു ഹോൾഡ് ദ ഡിക്ലൈൻ ഓഫ് ഗ്രാസ് ലാൻഡ്സ് ആൻഡ് പ്രിസർവ് ദ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോളജിക്കൽ ഫങ്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ കൊടുക്കുകയാണെങ്കിൽ ഗ്രാസ് ലാൻഡ്സ് ഓഫൺ ഓവർഷാഡോഡ് ബൈ ഫോറസ്റ്റ് കൺസർവേഷൻ എഫേർട്സ് ആർ എസെൻഷ്യൽ ഫോർ എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ദ ബന്നി ഗ്രാസ് ലാൻഡ്സ് സ്റ്റഡി അണ്ടർസ്കോർസ് ദ urgent നീഡ് ഫോർ കോംപ്രിഹെൻസീവ് റീസ്റ്റോറേഷൻ and suitable management to protect these vital ecosystems for future generations. അപ്പോൾ ഇത് നമുക്കറിയാം ഈ പ്രാവശ്യത്തെ ന്യൂസിൽ കുറേ ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസായിരുന്നു. നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ കുറച്ച് ആഡ് ഓൺ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഈ പ്രാവശ്യത്തെ DNA പറ്റുമായിരുന്നു. നമുക്ക് പിന്നെ പുതിയ ന്യൂസുകളൊന്നുമില്ല, എല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് വന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലെങ്തി അല്ലെങ്കിൽ ഡള്ളായിട്ടുള്ളൊരു ന്യൂസുകൾ വന്നു എന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്ന പോയിൻറ്റ്സ് ഇതിനകത്തുള്ളത് കോട്ടുകളാണെങ്കിലും ഡേറ്റകളാണെങ്കിലും അത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മെയിൻസ് പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പ്രാവശ്യത്തെ DNA എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.